അസ്മിത 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്ലാസ് മുറിയിൽ ആ പൊന്നുമകളുടെ മടിയിൽ കിടന്നുറങ്ങുന്നത് 1.5 വയസ്സുള്ള അവരുടെ കുഞ്ഞനുജനാണ്. ഈ മക്കളുടെ കുഞ്ഞിളം പ്രായത്തിൽ അവരുടെ അമ്മ മരണപ്പെട്ടു. പിന്നീട് 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞനുജൻ അച്ഛൻ്റെ തോളിൽ കിടന്നാണ് ഉറങ്ങുന്നത്. കൂലിവേല ചെയ്യുന്ന അച്ഛൻ അതുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. മുഴുപട്ടിണിയിലാകും. അവൾക്ക് പഠിക്കണം. പിന്നീട് അവളൊരു തീരുമാനമെടുത്തു. കുഞ്ഞനുജനെ ഒറ്റയ്ക്കാക്കി അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല. ആരുടെയും കൈകളിൽ ഏൽപ്പിക്കാനും കഴിയില്ല. അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോൾ ആ 14-കാരിയുടെ കയ്യിൽ അവനുണ്ടായിരുന്നു. ക്ലാസ് മുറിയിൽ അവൾ ഇരിക്കുന്നിടത്ത് അവളുടെ മടിയിൽ അവനെ കിടത്തി ഉറക്കി. ഇത് കണ്ട അധ്യാപകൻ കാര്യങ്ങൾ ചോദിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ സംസാരിച്ചു. അതാരോ മൊബൈലിൽ പകർത്തി പോസ്റ്റ് ചെയ്തു. മറ്റു കുട്ടികൾ സ്കൂൾ ബാഗും കുടകളുമൊക്കെയായി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ നെഞ്ചോട് ചേർന്ന ആ കുഞ്ഞനുജനുണ്ടാകും. ഈ കാഴ്ച ഇന്നത്തെ സമൂഹത്തിന് നൽകുന്നത് വലിയ തിരിച്ചറിവുകളാണ്. പിഞ്ചുമക്കളെ കൊന്നൊടുക്കുന്ന ഈ കെട്ടകാലത്ത് ഈ 14 വയസ്സുകാരിയുടെ മനസ്സ് സമൂഹം കണ്ണു തുറന്ന് കാണേണ്ടതാണ്. നമ്മളുടെ മക്കളെ ഇത് കാണിക്കേണ്ടതാണ്. മാതാപിതാക്കൾ കാണേണ്ടതാണ്. മോളെ അസ്മിത, നിന്നെ ഞങ്ങൾക്കറിയില്ല, നിന്റെ നാടറിയില്ല. പക്ഷെ ഒന്നറിയാം, നിന്റെ ഉള്ളിലാണ് യഥാർത്ഥ മനുഷ്യനിരിക്കുന്നത്. ഇനിയും കാണാത്തവർ ഇത് കാണട്ടെ. ഷെയർ ചെയ്യുക.